ഇന്ത്യയിൽ ഇതുപോലൊരു ഐസിസിലേക്ക് പോയ കുറച്ച് ആളുകളുടെ സിനിമ അതെടുക്കുന്നു. അതിന് എന്തുകൊണ്ട് കേരള സ്റ്റോറി എന്ന് പേരിട്ടു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്, അല്ലെ? നിങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ടോ വേറെ എന്തെങ്കിലും പേരിട്ടുകൂടായിരുന്നോ എന്ന്. ഈ കണക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പേരിടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇതിന് കേരള സ്റ്റോറി എന്നല്ലാതെ വേറെ എന്ത് പേരാ ഇടുക? കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സിമ്പത്തൈസേഴ്സ് ആയിട്ട് ഐസിസിലേക്ക് പോയിട്ടുള്ളതും റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതും അത് കേരളത്തിൽ നിന്നാണ്. ഇനി അതുപോട്ടെ, ഈ റിക്രൂട്ട്മെന്റിന് നേതൃത്വം കൊടുത്ത വ്യക്തി നമുക്കറിയാം, അബ്ദുൾ റാഷിദ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹം മലയാളിയാണ്, അദ്ദേഹം കാസർഗോഡുകാരനാണ്. ഇതിൽ ഈ കണക്കുകളൊക്കെ പുറത്തു വന്നത് 2017 വരുമ്പോ ഈ വാർത്ത വരുന്ന സമയത്ത് അവിടെ അതിൽ എഴുതിയിരിക്കുന്നതാണ്, ദിസ് ഈസ് എ ചേഞ്ച് ഫ്രം എ ഫ്യൂ ഇയേഴ്സ് അഗോ വെൻ ദ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് claimed that not a single ISIS operative had been found in India. 2014 ഇവര് BJP കയറുന്നതിന് മുന്നേ മൻമോഹൻ സിംഗ് ഒക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഐസിസിലേക്ക് ആരും പോയിട്ടില്ല എന്ന് പറഞ്ഞു കൊടുത്തുന്നത് 2012 മുതൽ 17 വരെയുള്ള കാലഘട്ടത്തിൽ ഇത്രയും ആളുകൾ അവിടേക്ക് പോയി എന്നും അതിലേക്ക് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് കേരളത്തിൽ നിന്നാണെന്നും പറയുന്നോടേക്ക് എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തലയ്ക്ക് വെളിച്ചം വീഴാൻ കുറച്ച് സമയമെടുത്തു എന്നുള്ളതാണ്. ഈ വിഷയം ഒരു വിഷയമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ